ചെറിയൊരു ചതുര കുബ്ബയും അതിന്റെ തലയിൽ ചെറിയ ചിരട്ട കമിഴ്ത്തി വെച്ചതുപോലെ കണ്ടില്ലേ? കണ്ടല്ലോ. അതാണ് മദബ് ഇസ്മായിൽ അലൈഹിസ്സലാം. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവിക മാർഗത്തിൽ ബലിയെടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ അദ്ദേഹം ഒട്ടും ആരാധിക്കാതെ അല്ലാഹുവിന്റെ ആ കൽപ്പന ശിരസാ വഹിക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നു. കയ്യിൽ മൂർച്ചയുള്ള കത്തിയുണ്ട്, അതുപോലെ തന്നെ കയറുണ്ട്. കൊണ്ടുവന്നപ്പോഴാണ്, ശ്രദ്ധിക്കൂ, ഇങ്ങനെ കൊണ്ടുവരുന്ന വഴിയിൽ മിനയിലൂടെ ഇങ്ങനെ പോരുമ്പോ ആദ്യമായിട്ട് മിനയിലെ ജംറത്തുൽ അഖബയുടെ ഭാഗത്തെത്തിയപ്പോ പിശാചിന്റെ പ്രതീകമാകുന്ന ജംറത്തുൽ അഖബ അത് അവിടെ ഉണ്ടാക്കാൻ കാരണമാണ്. അവിടെ എത്തിയപ്പോ പിശാച് വന്നിട്ട് ഇബ്രാഹിം നബിയെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഈ കുട്ടിനെ കൊണ്ട് നിങ്ങളെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയുണ്ടല്ലോ, കയറുണ്ടല്ലോ, നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലാൻ അറക്കാൻ കൊണ്ടുപോവാണോ എന്ന് ചോദിച്ചു. ഈ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ആണെങ്കിൽ എന്താ എനക്ക്? ഇബ്ലീസാണെന്ന് മനസ്സിലായപ്പോ അവനോട് പറഞ്ഞു, ആണെങ്കിൽ എന്താ എനക്ക്? ആണെങ്കിൽ എന്താ, നിങ്ങൾക്ക് എന്താണ് സുഖല്ലേ? അള്ളാഹു ഇത്രയും കാലമായിട്ട് ഒരു കുട്ടിനെ തന്നിട്ട് ആ കുട്ടി നിങ്ങൾ അറക്കാനാണോ കൊണ്ടുപോകുന്നത്? എന്താ നിങ്ങൾ എന്ത് മനുഷ്യനാണെന്ന് ചോദിച്ച് പിശാച് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ പിശാചിനെ കല്ലെടുത്ത് എറിഞ്ഞാട്ടി. അന്ന് പിശാച് നിന്നിരുന്ന സ്ഥലമാണ് ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ബടാ ജംറ, വലിയ ജംറന്റെ അവിടെ. ആ ജംറന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ വേറെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാച് വെക്കണേ. ഇബ്രാഹിം നബിയെ വീണ്ടും സ്വീപ്പാക്കി കുറച്ച് കല്ലെടുത്ത് 7 ഏറ് അവിടുന്ന് കൊടുത്തു. ഓരോ തവണയും 7 വീതം ഏറ് പിശാചിനെ എറിഞ്ഞു. എറിഞ്ഞപ്പോ പിശാച് അവിടുന്ന് ഓടി, വീണ്ടും പോന്നു. അങ്ങനെ ഈ തലക്കല്ല ജംറത്തിൽ ഊലന്റെ അവിടേക്കാണ് പിശാച് വീണ്ടും നിൽക്കുന്നു. സൂപ്പാക്കാൻ നോക്കി, അവിടുന്ന് എറിഞ്ഞാട്ടി. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് 3 ഭാഗത്തും എറിഞ്ഞ് തുരത്തിയിട്ടാണ് ആ മലയുടെ ഭാഗത്തേക്ക് ഇസ്മായിൽ നബിയെ കൂട്ടിയെത്തിയത്. അങ്ങനെയാണ് അവിടെ അറക്കാൻ കടത്തിയത്. നോക്കൂ, നിങ്ങൾ ഇടതുവശത്തേക്ക് നോക്കൂ. നമ്മൾ ആ പറഞ്ഞ ജംറകളുടെ മുകളിലുള്ള പന്തൽ കാണാൻ കഴിയും. ഇവിടെ പള്ളിയുണ്ട്, അതാണ് മസ്ജിദ് ഹൈഫ്. ഇടതുവശത്തുള്ള പള്ളി നോക്കൂ, മസ്ജിദ് ഹൈഫ്. കണ്ടില്ലേ? ആ സ്വർണത്തിന്റെ താഴികക്കുടങ്ങളുടെ മുനാറുള്ള പള്ളി കണ്ടില്ലേ? ഇടതുവശത്ത് 4 മുനാറുള്ള പള്ളിയുണ്ടോ? അതാണ് മസ്ജിദ് ഹൈഫ്, ഹൈഫ് പള്ളി. നേരെ നോക്കൂ, ആ പള്ളിന്റെ അപ്പുറത്ത് 1, 2, 3, 4 തട്ടുള്ള ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിങ്ങിൽ ഒറ്റ നടുക്ക കാണുന്ന പന്തൽ കണ്ടങ്ങള്, ഒരു കുപ്പന്റെ പന്തല്. ആ പന്തലിന്റെ ചോട്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആദ്യത്തെ ചെറിയ ജംറ, അതാണ് ജംറത്തുൽ ഊല. ഇനി ആ പന്തലിന്റെ നേരെ അപ്പുറത്ത് 3 കൂടെ ഉണ്ട്. 3 ഒന്നിൽ ജംറല്ല. ഇതിന്റെ നേരെ അപ്പുറത്ത് നോക്കും, അതിന് നേരെ അപ്പുറത്ത് വേറെ ഒന്നേ കട കാണുന്നുണ്ട്, അത് ജംറത്തുൽ വുസ്ത. ഇനി അതിന്റെ അപ്പുറത്ത് വേറൊന്നുണ്ട്, അത് ജംറത്തുൽ അഖബ. ജംറത്തുൽ അഖബ നമ്മൾ ജബലൂർക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണും, തായിഫക്ക് പോകുമ്പോഴും കാണും. ഇൻഷാ അല്ലാഹ്.